മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പിലാക്കുന്ന വിത്തൂട്ട് പദ്ധതിക്ക് മൂന്നാർ മേഖലയിലും തുടക്കം കുറിച്ചു. ഇടമലക്കുടി കേപ്പക്കാട് വനമേഖലയിലാണ് വനംവകുപ്പ് വിത്തൂട്ട് പദ്ധതിയുടെ ഭാഗമായി വിത്തുണ്ടകൾ വിതറിയത്. അഡ്വക്കേറ്റ് എ രാജ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2000-ഓളം വിത്തുണ്ടകളാണ് വനമേഖലയിൽ നിക്ഷേപിച്ചത്. വനങ്ങളുടെ ആരോഗ്യം പ്രാദേശിക സസ്യങ്ങളുടെ സാന്നിധ്യവുമായി അഭേദ്യ ബന്ധമുള്ളതാണ്. അധിനിവേശ സസ്യങ്ങളുടെ ബാഹുല്യമേറിയതും കാട്ടുതീ ബാധിക്കുന്നതുമെല്ലാം വനത്തിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. ഇത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുള്ളതായാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. വനത്തിന്റെ ആരോഗ്യം തിരിച്ചുപിടിക്കുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വനംവകുപ്പ് വിത്തൂട്ട് പദ്ധതി നടപ്പിലാക്കുന്നത്. തദ്ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളും അതോടൊപ്പം തന്നെ NGO പോലുള്ള ഗ്രൂപ്പുകളും സ്റ്റുഡൻസും റിസർച്ച് സ്കോളേഴ്സും ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വനം വകുപ്പിലെ ജീവനക്കാർ മുൻകൈയെടുത്ത് ഇത്തരത്തിൻ്റെ സീഡ്സ് കളക്ട് ചെയ്ത് ആ ലോക്കൽ സോയിൽ ഉപയോഗിച്ച് വേറെ കണ്ടാമിനേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ അത്രയും നല്ല ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. മൂന്നാർ മേഖലയിലും വിത്തൂട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇടമലക്കുടി കേപ്പക്കാട് വനമേഖലയിലാണ് വനം വകുപ്പ് വിത്തൂട്ട് പദ്ധതിയുടെ ഭാഗമായി വിത്തുണ്ടകൾ വിതറിയത്. അഡ്വക്കേറ്റ് എ രാജ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നല്ല പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ളൊരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ഈ അടുത്ത കാലത്തായി കുറച്ചും കൂടെ രൂക്ഷമായി വരുന്നതാണ്. അപ്പോൾ അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ വനം വകുപ്പ് തന്നെ ഏറ്റെടുക്കുന്ന ഒരു പദ്ധതിയാണ്. വനത്തിൻ്റെ അകത്ത് വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന FFW എന്ന് പറയുന്ന ഒരു മിഷൻ്റെ ഭാഗമായിട്ടാണ് 2000-ഓളം വിത്തുണ്ടകളാണ് വനമേഖലയിൽ നിക്ഷേപിച്ചത്. വനത്തിനുള്ളിൽ വകുപ്പ് നടപ്പിലാക്കുന്ന ഫുഡ്, ഫോഡർ, വാട്ടർ എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിത്തൂട്ട് പദ്ധതിയും വിഭാവനം ചെയ്തിരിക്കുന്നത്. വിത്തുണ്ടകളുടെ വിതരണ പദ്ധതി സംസ്ഥാന വനം വകുപ്പും പീച്ചി വനഗവേഷണ കേന്ദ്രവും സംയുക്തമായിട്ടായിരിക്കും നടപ്പിലാക്കുക. മൂന്നാർ റേഞ്ച് ഓഫീസർ ബിജു, മൂന്നാർ മാങ്കുളം ഫോറസ്റ്റ് റേഞ്ചുകളിലെ ഉദ്യോഗസ്ഥർ, ഇടമലക്കുടി നിവാസികൾ, വിവിധ NGO അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് തീറ്റയുടെ ലഭ്യത വർദ്ധിച്ചു നൽകുകയെന്നതാണ് പദ്ധതി കൊണ്ട് വനം വകുപ്പ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ.